നമസ്കാരം. റീവാല്യൂഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ ഉണ്ടായ കമന്റ് ബോക്സിൽ വന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നേരെ നമ്മൾ ഈ SLC 2026 പരീക്ഷ റിസൾട്ട്, റീവാല്യുവേഷൻ, വോട്ടോസ്റ്റാറ്റ്, സ്ക്രൂട്ടിനി, +1 അഡ്മിഷൻ, അതുമായി ബന്ധപ്പെട്ട അലോട്ട്മെന്റുകൾ എല്ലാം കൃത്യമായിട്ട് ഈ ചാനലിലൂടെ ഓരോ സമയത്തും കൃത്യം വിവരങ്ങൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നേരെ നമുക്ക് സംശയങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ 10ാം ക്ലാസ്സിൽ ഇപ്പൊ നടന്ന പരീക്ഷയ്ക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ആദ്യത്തെ ഒരു സംശയം. അതിന് ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി 10ാം ക്ലാസ്സിൽ ഇല്ല. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള നമ്മൾ എഴുതിയ പരീക്ഷ ക്യാൻസൽ ചെയ്യാം മുഴുവനായിട്ട്, എന്നിട്ട് അടുത്ത വർഷം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് വേണമെങ്കിൽ പരീക്ഷ എഴുതാം. അങ്ങനെയാണ് അതിൻ്റെ രീതി. അല്ലാതെ ഇംപ്രൂവ്മെന്റ് അല്ലെ ബെറ്റർമെന്റ് എന്ന് പറയുന്ന സംവിധാനം ജയിച്ച കുട്ടികൾക്ക് ഇല്ല. അടുത്ത ചോദ്യം, കെമിസ്ട്രി A+ ആകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. കെമിസ്ട്രിയിൽ A കിട്ടിയിട്ടുണ്ട്, അത് A+ ആകാൻ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ആ മാർക്കിലേക്ക് ഒന്ന് കടക്കാം. നമ്മൾ ഇപ്പോ 34 മാർക്ക് വരെ പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഒക്കെ ഒരു അധ്യാപകർ അരമാർക്ക് കൂടെ കൂട്ടിയിട്ട് അത് 35 ആക്കി A+ ആക്കും. എന്നാൽ ഇപ്പോൾ ഈ A എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ 30 മുതൽ 33.5 വരെ മാർക്ക് കിട്ടിയവർക്കായിരിക്കും ഈ Aയിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും 30 മാർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിൽ ശരിക്കും 5 മാർക്കോടെ രണ്ടാമത് റീവാല്യൂഷൻ വരുമ്പോൾ അവിടെ വെറുതെ ഒരു മാർക്കൊന്നും കയറ്റി ഇടാൻ സാധ്യതയില്ല. കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് കൂടി കിട്ടണം. ഇനി 31 ആണെങ്കിൽ 4 മാർക്ക് കൂടി കിട്ടണം. 32 ആണെങ്കിൽ 3 മാർക്ക് കൂടി കിട്ടണം. ഈ ഒരു രീതിയിലാണ് അത് വരുന്നത്. നേരത്തെ 34 കിട്ടിയവരായിരിക്കില്ല മിക്കവാറും. സാധാരണഗതിയിൽ 34 ഒരു കുട്ടിക്ക് നേരത്തെ ആണെങ്കിൽ അത് ഒരു അരമാർക്ക് കൂടെ കൂട്ടിയിട്ട് 35 ആക്കി കൊടുക്കുകയാണ് സാധാരണ ചെയ്യും. ഇനി അപ്പൊ അത് ഉത്തരങ്ങൾ കറക്റ്റ് ആകുമ്പോൾ ഈ കെമിസ്ട്രി പോലുള്ള ഒരു വിഷയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒന്നുകിൽ 0, ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിപ്പോയാൽ 0, ശരിയാണെങ്കിൽ ഫുള്ള്, ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് കെമിസ്ട്രിയിൽ ഉണ്ടാവുക. അല്ലാതെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഉത്തരം എഴുതുമ്പോൾ കിട്ടുന്ന പോലെ ഒരു അരമാർക്കോ പകുതി മാർക്കോ ഇതിൽ മിക്കവാറും ഒക്കെ കുറവായിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കൃത്യമായ വാല്യൂ പോയിന്റിനാണ് മാർക്ക്. ആ വാല്യൂ പോയിന്റിൽ ഉത്തര സൂചികയിലേക്ക് കുട്ടി എത്തിയില്ലെങ്കിൽ മാർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ 3 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് 3 വാല്യൂ പോയിന്റ് തന്നെ ഉണ്ടായിരിക്കും. ആ വാല്യൂ പോയിന്റിൽ കുട്ടി വിചാരിക്കും ഞാൻ കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ അതിൽ ചിലപ്പം 2 വാല്യൂ പോയിന്റ് ഉള്ളൂ എങ്കിൽ അവിടെ 1 മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, B+A+ ആകുമോ? അതാണ് ഒരു സംശയം. ഞാൻ അവിടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ B+A+ ആവണമെങ്കിൽ 2 സ്റ്റെപ്പ് കടക്കണം. അടുത്ത സ്റ്റെപ്പ് B+ന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് A ആ. അതും കഴിഞ്ഞ് A+ ആവാം. ഉത്തരങ്ങൾ ഇപ്പോൾ ഒരു പേപ്പർ നോക്കിയ സമയത്ത് അബദ്ധത്തിലെങ്ങാനും ഏതെങ്കിലും ഒരു പേജിൽ നോക്കാൻ വിട്ടുപോയി, സംഭവിക്കാം. അങ്ങനെയെങ്കിൽ ശരിക്കും ആ പേപ്പറിൽ കാര്യമായ മാർക്ക് കിട്ടുമെങ്കിൽ ഈ B+ എന്ന് പറയുന്നത് നേരെ A+ലേക്ക് എന്നിട്ട് പോകും. നമ്മൾ റീവാല്യുവേഷനിൽ ഇന്ന ഗ്രേഡിൽ നിന്ന് തൊട്ടടുത്ത ഗ്രേഡിലേക്ക് പോകുള്ളൂ എന്നില്ല. ഏത് ഗ്രേഡിലേക്കും പോകാം, പുറകോട്ട് പോവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡിസബിലിറ്റിയുടെ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ്? ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ്, മറ്റുള്ളവരുടെ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണഗതിയിൽ ഉത്തര പേപ്പറിന്റെ മുകളിൽ ആ കുട്ടി പരീക്ഷ എഴുതിയ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒരു വാചകം എഴുതും ചുവന്ന മഷിയിൽ, എലിജിബിൾ ഫോർ ഗ്രേസ് മാർക്ക്, എന്നിട്ട് കാറ്റഗറി ഏതാണെന്ന് എഴുതും. ആസ് പെർ ഓർഡർ നമ്പർ ഇന്നത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രത്ത് ജനറൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടർ ഉത്തരവിട്ടവർക്കാണ് ഈ ഗ്രേസ് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഉത്തര പേപ്പറിന്റെ മുകളിൽ ബന്ധപ്പെട്ട സ്കൂളിലെ ആ സ്കൂളിലെ ചീഫ് സൂപ്രണ്ട് എഴുതി വെച്ച് ഒപ്പിട്ടിട്ടാണ് പേപ്പർ വിടുന്നത്. അപ്പൊ പേപ്പർ നോക്കുന്ന ഒരു അധ്യാപകൻ ഇത് കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ
ആ പേപ്പറിൽ തന്നെ ഈ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് എത്രയാണോ, 25% 25%, എത്രയാണോ കൊടുക്കുക അത് ആ പേപ്പറിൽ തന്നെ കൊടുക്കും. സെപ്പറേറ്റ് കൂട്ടി കാണിക്കും. ഗ്രേസ് മാർക്ക് പ്ലസ് ഗ്രേസ് മാർക്ക് ഇത്ര എന്ന് കൂട്ടി കാണിച്ച് ആ പേപ്പറിലാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. അതിനുശേഷം ഈ മാർക്ക് ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് ലിസ്റ്റിന്റെ റിമാർക്ക് കോളം ഉണ്ട്. ആ റിമാർക്ക് കോളത്തിൽ ഈ രജിസ്റ്റർ നമ്പറിന് നേരെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, യൂത്ത് ഫെസ്റ്റിവലിലെ സ്പോർട്സ്, അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ, അതായത് ഡിസബിലിറ്റി വിഭാഗം അല്ലാത്ത വിഭാഗങ്ങൾക്കൊക്കെ തന്നെ പരീക്ഷാ ഭവനിൽ നിന്നാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. അതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ഡിസബിലിറ്റി ഉള്ളവർക്ക് മാത്രം പേപ്പർ നോക്കുന്ന അധ്യാപകനാണ് ശരിക്കും ആ പേപ്പറിൽ തന്നെ ഗ്രേസ് മാർക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതാണ് തമ്മിലുള്ള മാറ്റം. മറ്റൊരു ചോദ്യം, എത്ര വിഷയം റീവാല്യൂഷന് കൊടുക്കാമെന്നാണ്. എത്ര വേണമെങ്കിലും കൊടുക്കാം. 9 വിഷയത്തിന് കൊടുക്കണമെങ്കിൽ 9 വിഷയത്തിനും കൊടുക്കാം. ഗ്രേസ് മാർക്ക് കൂടാതെ മാർക്ക് എങ്ങനെ അറിയാം? അതായത് ഗ്രേസ് മാർക്ക് ഇടാതെയുള്ള മാർക്ക് എങ്ങനെ അറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിക്കും അറിയണം. അങ്ങനെ ഒരു അറിവ് അറിയണമെങ്കിൽ ഈ വിഷയങ്ങളുടെ ഉത്തര പേപ്പറിന്റെ ഫോട്ടോ കോപ്പി എടുത്തേ പറ്റൂ. വേറെ ഒരു വിധത്തിലും അതറിയാൻ മാർഗമില്ല. അപ്പോൾ ഗ്രേസ് മാർക്കിന് മുമ്പുള്ള മാർക്ക് എവിടെ ഉണ്ടാവും? ഈ ഉത്തര പേപ്പറിൽ ഉണ്ടാവും. ഇനി IT റിവാല്യൂ ചെയ്യാൻ പറ്റുമോ? IT റിവാല്യൂ ചെയ്യാൻ കഴിയില്ല. IT എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. അതിന് റീവാല്യുവേഷൻ ഇല്ല. രണ്ടാമത് അത് ചെയ്യുക വേണ്ടത്. അങ്ങനെ ഒരു പരീക്ഷ സാധാരണഗതിയിൽ ഇല്ല. പേപ്പർ നോക്കുന്ന ഒരു പരിപാടി അവിടെ IT-യിലല്ലോ. ഉത്തരക്കള്ളിൽ എഴുതി പേപ്പർ നോക്കുന്ന രീതിയില്ല, പ്രാക്ടിക്കലാണ്. അപ്പോൾ അത് കൊണ്ടാണ് അത് റീവാല്യുവേഷൻ ഇല്ല എന്ന് പറയുന്നത്. ഇനി 9 A+ഉം 1 A ആണ് ഉള്ളത്. അത് A+ ആകുമോ എന്നാണ് ചോദ്യം. A എന്ന് പറയുന്നത് A+ ആകുമോ? ആകാം. ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീവാല്യൂ ചെയ്യുമ്പോൾ അത് അതിനേക്കാൾ നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഉത്തരങ്ങൾ വാല്യൂ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും. A+ ആകാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി 4A 4A+ ആവുക എന്തായാലും കൊടുത്തു. 4A ഉള്ള ഒരു കുട്ടി, അവൻ്റെ സംശയം 4A+ ആകുമെന്നാണ്. 4ഉം A+ ആവാം, 4ഉം A+ ആവാതെയും ഇരിക്കാം. അതാണ് ഉത്തരം. നമ്മൾ ഏതെങ്കിലും വിഷയത്തിന് ഈ A ഉള്ള കുട്ടിക്ക് കുറച്ചുകൂടി നന്നായിട്ട് എഴുതിയത് എവിടെയെങ്കിലും നോക്കിയതിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അടുത്ത അധ്യാപകർ നോക്കുമ്പോൾ, 2 അധ്യാപകരാണല്ലോ ഇവിടെ നോക്കുന്നത് റിവാല്യുവേഷൻ, ആ നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട മാർക്കാണ് കിട്ടുന്നതെങ്കിൽ A+ലേക്ക് വരും. ഇപ്പം എഴുതിയതിൻ്റെ പരമാവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. ഇനി മാർക്ക് കുറയുമെന്ന് ഞാനത് നിരവധി തവണ പറഞ്ഞ, മാർക്ക് യാതൊരു വിധത്തിലും കുറയില്ല. ഇനി റിസൾട്ട് വൈകിയാൽ അത് +1 അഡ്മിഷനെ ബാധിക്കൂലേ? റിസൾട്ട് വൈകിയാൽ +1 അഡ്മിഷനെ ബാധിക്കില്ല. റിസൾട്ട് വൈകില്ല, അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് രണ്ടും, ഈ റീവാല്യുവേഷൻ നടത്തുന്നതും ഏകജാലക സംവിധാനം നടത്തുന്നതും ഒക്കെയും ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ റീവാല്യുവേഷൻ വന്നതിന് ശേഷം മാത്രമേ എന്തുണ്ടാവുള്ളൂ? +1 അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരികയുള്ളൂ. അപ്പം ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റോ 2 വകുപ്പോ ഒന്നുമല്ല, ഒറ്റ വകുപ്പ് തന്നെയാണ്. 2 റിവാല്യുവേഷൻ നടത്തുന്ന ഒരു വകുപ്പ് തന്നെയാണ്, +1ൻ്റെ അഡ്മിഷൻ നടത്തുന്നതും അതേ വകുപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഗവൺമെൻറ്, ഇത് ഒരു കൊല്ലം അങ്ങനെ നടക്കാറില്ല. ഈ റീവാല്യുവേഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് നടക്കാറുള്ളൂ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, C+ കിട്ടിയ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇപ്പം C+ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഉത്തരം എന്താ? പറ്റില്ല എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷ തോറ്റ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ D+ൽ താഴെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. പാസ്സായ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. എത്ര സബ്ജക്റ്റ് റീവാല്യുവേഷന് കൊടുക്കാം? എത്ര സബ്ജക്റ്റിനും കൊടുക്കാം? 9 വിഷയത്തിനും റീവാല്യുവേഷന് കൊടുക്കാം. എത്ര വിഷയം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം? 9 വിഷയത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. റീവാല്യുവേഷനും ഫോട്ടോസ്റ്റാറ്റും രണ്ടും കൂടി കൊടുക്കാൻ പറ്റുമോ? ഒരു വിഷയത്തിന് റീവാല്യുവേഷനും ഫോട്ടോസ്റ്റാറ്റും കൂടി കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. രണ്ടും കൊടുക്കാം. ഒരു വിഷയത്തിന് റീവാല്യുവേഷനും കൊടുക്കാം, ഫോട്ടോസ്റ്റാറ്റും കൊടുക്കാം എന്നതാണ് ഉത്തരം. സൈറ്റ് ഓപ്പൺ ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. സൈറ്റ് 15-ാം തീയതി രാത്രി തന്നെ ഓപ്പൺ ആയി ചെയ്യാം. നിങ്ങൾ +1ൻ്റെ
അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട സമയം 21 തീയതി മെയ് 21 5 മണി വരെയാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, +1 അപേക്ഷ കൊടുക്കുമ്പോൾ പഴയ ഗ്രേഡ് വെച്ച് കൊടുത്താൽ മതിയോ? അതെ, +1 അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നിലവിലുള്ള ഗ്രേഡ് വെച്ചാൽ നമ്മൾ കൊടുക്കുക. കാരണം ഈ +1 നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും, നിങ്ങൾക്കുള്ള ഗ്രേഡ് കാർഡ് ഇങ്ങോട്ട് വരും. അത് എൻട്രി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഏകജാലക സംവിധാനവും, അതായത് +1 അഡ്മിഷന്റെ ഏകജാലക സംവിധാനവും പരീക്ഷാ ഭവന്റെ മാർക്ക് ലിസ്റ്റും, ഓരോ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റും തമ്മിൽ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഒരു റീവാലുവേഷൻ കഴിഞ്ഞിട്ട് ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ പരീക്ഷാ ഭവന്റെ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഏകജാലകത്തിലെ അലോട്ട്മെന്റിലും മാറി. അവിടെ എന്ത് മാറ്റമാണോ അതിവിടെ കാണും. അത് പരസ്പരം ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റീവാലുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ നിങ്ങൾ പുതിയതായിട്ട് അതെവിടെയും കൊണ്ടു കൊടുക്കുകയോ ഇതൊന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ. അപ്പൊ +1 അപേക്ഷ ഇപ്പം നിലവിലുള്ളത് വെച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് റീവാലുവേഷൻ കഴിഞ്ഞിട്ട് അപേക്ഷ കൊടുക്കാൻ സമയം ഉണ്ടാവില്ല. അത് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്തിരിക്കണം. ഇനി ഫുൾ A+ ബട്ട് ഗ്രേസ് മാർക്ക് അവാർഡഡ് കാണിക്കുന്നുണ്ട്. ഏത് സബ്ജക്റ്റിന് റീവാലുവേഷന് കൊടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ A+ ആണ്, ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടാണ് ഈ കുട്ടിക്ക് ഫുൾ A+ കിട്ടിയിരിക്കുന്നത് എന്നർത്ഥം. ഏത് സബ്ജക്റ്റിന് റീവാലുവേഷന് കൊടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോദിച്ച രക്ഷിതാവ് വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഈ ഗ്രേസ് മാർക്ക് എത്ര വിഷയത്തിനാണ് കിട്ടിയെന്ന് നമുക്കറിയാൻ മാർഗമില്ല. ഇപ്പം ഒരു വിഷയത്തിന് മാത്രമാണോ കിട്ടിയതെന്ന് അറിയാൻ കഴിയില്ല. അത് ഏത് വിഷയത്തിനാണ് എന്ന് മുൻകൂട്ടി അറിയുന്നില്ല. എത്ര വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയെന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ ഇല്ല മുൻകൂട്ടി അറിയാൻ. നിങ്ങൾക്ക് ഇത് അറിയാൻ കഴിയണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് ഒരു മാർഗം. മറ്റു മാർഗങ്ങൾ ഇല്ല. നമുക്ക് റീവാലുവേഷൻ വെറുതെ നമുക്ക് ഏതെങ്കിലും ഊഹം വെച്ച് കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് റീവാലുവേഷൻ കൊടുക്കുന്നത് ഇദ്ദേഹം പിന്നെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രേസ് മാർക്കർ അവാർഡഡ് എന്നുള്ളത് അങ്ങ് മാറി കിട്ടുമോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ 2ഓ 3ഓ വിഷയത്തിന് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ അതും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം ഇല്ല, മുൻകൂട്ടി പറഞ്ഞു തരില്ല ആരും. ഇനി ഗ്രേസ് മാർക്ക് ആഡ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അറിയാൻ പല മാർഗങ്ങൾ. ഒന്ന്, ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇത് ആഡ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. അത് അന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുക, ഫോട്ടോസ്റ്റാറ്റിൽ നിങ്ങളുടെ കുട്ടിക്ക് കെമിസ്ട്രിക്ക് 33 മാർക്കാണ് എന്ന് വിചാരിക്കുക ഫോട്ടോസ്റ്റാറ്റിൽ, അതായത് യഥാർത്ഥ പേപ്പറിൽ. എന്നാൽ നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ആ കുട്ടിക്ക് A+ ഉണ്ടെങ്കിൽ അവിടെ 2 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടായിരിക്കും A+ ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് തിരിച്ചറിയാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഫിസിക്സിന് 30 മാർക്കാണ് നിങ്ങൾക്കുള്ളത് പേപ്പറിൽ. ഫോട്ടോസ്റ്റാറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ എല്ലാ പേജിൻ്റെയും മുഴുവൻ തുന്നിക്കെട്ടിയ എല്ലാ പേജിൻ്റെയും കോപ്പി നമുക്ക് കിട്ടും. ആ കോപ്പിയിൽ നമുക്ക് 30 മാർക്കാണ് ഉള്ളതെന്ന് വെച്ചോ, ടോട്ടൽ മാർക്ക്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്? A+ ഉണ്ട് ഫിസിക്സിന്. എങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് എന്ത് കിട്ടിയിട്ടായിരിക്കും? 30ൽ നിന്ന് 5 കിട്ടി 35 കിട്ടിയിട്ടായിരിക്കുമല്ലോ A+ ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് അങ്ങനെ നമുക്കിത് മനസ്സിലാക്കാം. ഈ ഫോട്ടോകോപ്പിക്ക് ഒരു വിഷയത്തിന് മാത്രമാണോ 200 രൂപ ആണ്? ഒറ്റ വിഷയത്തിനാണ് 200 രൂപ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. ഒരു വിഷയത്തിന്റെ ഫോട്ടോകോപ്പി കിട്ടാനാണ് 200 രൂപ ഫീസ് അടയ്ക്കേണ്ടത്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാതെ എത്ര മാർക്ക് കിട്ടിയെന്ന് എങ്ങനെ അറിയും? ഫോട്ടോസ്റ്റാറ്റ് എടുക്കാതെ എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? 3 മാസത്തിന് ശേഷം, അതായത് പരീക്ഷയുടെ റിസൾട്ട് വന്ന് 3 മാസത്തിന് ശേഷം നമുക്ക് പരീക്ഷാ ഭവന് 500 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD സഹിതം അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഈ SLC പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് പരീക്ഷാ ഭവൻ അനുവദിച്ച് തരുന്നുണ്ട്. എല്ലാ വിഷയങ്ങളുടെയും മാർക്കുകൾ രേഖപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ് അനുവദിച്ചു തരും. അപ്പോൾ മാത്രമേ
ഫോട്ടോസ്റ്റാറ്റ് എടുക്കാതെ എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ശതമാനമൊക്കെ യൂട്യൂബിൽ ഒരുപാട് പേര് ശതമാനം കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വെറും തട്ടിപ്പാ. അങ്ങനെ ഒരു സംവിധാനം, ഒരു കണക്ക് നമുക്ക് കൂട്ടാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 90 മാർക്കാണ്. അപ്പം മാത്സിൽ വലിയ വിഷയം, മാത്സിൻ്റെ എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 90 മാർക്കാവാം, 95 ആവാം, 100 ആവാം, 93 ആവാം, 97 ആവാം, ഏതും ആവാം. അപ്പം ഏതിട്ടാ നമ്മൾ കൂട്ടുക? ചിലരെന്ത് ചെയ്യും? 90 ഇട്ട് കൂട്ടുന്നവരുണ്ട്. ചില യൂട്യൂബേഴ്സ് 95 ഇട്ട് കൂട്ടും, ചിലർ 100 കൂട്ടും. അപ്പൊ അങ്ങനെ കൂട്ടി വരുന്ന മാർക്കിന്റെ ശതമാനം എന്ന് പറയുന്നത് അത് കൃത്യമല്ല. ശതമാനം വെറും ഊഹക്കണക്കുകൾ മാത്രമാണ്. ശതമാനം കൂട്ടാൻ പറ്റാത്തത് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ടാണ്. ഇനി കൃത്യമായ ഒരു ശതമാനം നമുക്ക് അറിയണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാർക്ക് ലിസ്റ്റിന് അപേക്ഷിക്കണം. ആ അപേക്ഷിച്ച് മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ, അത് 3 മാസത്തിന് ശേഷമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ആ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മാർക്ക്, ടോട്ടൽ മാർക്ക് എത്ര ഉണ്ടെന്നറിയാം, നിങ്ങൾ ടോട്ടൽ എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്നും അറിയാം. ഇനി ഫുൾ എ പ്ലസ് ബട്ട് ഗ്രേസ് മാർക്ക് അവാർഡഡ് ആണ്, മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റ് എങ്ങനെ അറിയും? ഫോർ റീവാലുവേഷൻ. റീവാലുവേഷന് മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റ് എങ്ങനെയാണ് മനസ്സിലാകുക? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റീവാലുവേഷൻ നടക്കുന്നതിന് മുമ്പ് മാർക്ക് അറിയാനുള്ള സംവിധാനം നിലവിലില്ല. അത് ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് മുൻകൂട്ടി നമ്മുടെ ഊഹമല്ലേ, ഒരു വിഷയത്തിന് മാത്രമായിരിക്കും മാർക്ക് കുറഞ്ഞതെന്നൊക്കെ ആയിരിക്കും നമ്മൾ ധരിക്കുക. അതിന് മാത്രം ഗ്രേസ് മാർക്ക് കിട്ടും, അങ്ങനെയൊന്നും ആവണമെന്നില്ല. ചിലപ്പോൾ കുട്ടികൾ പറയുന്ന പോലെ ആവണമെന്നില്ല. 2-3 വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും മുൻകൂട്ടി അറിയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ സംശയമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീവാലുവേഷൻ അങ്ങനെ കൊടുക്കാനേ കഴിയുള്ളൂ. ഇനി ഗ്രേഡ് കൂടിയാൽ പൈസ എങ്ങനെ തിരിച്ചു കിട്ടും? ഇപ്പൊ 400 രൂപ നമ്മൾ റീവാലുവേഷൻ അടയ്ക്കുന്നുണ്ടല്ലോ, ഫോട്ടോസ്റ്റാറ്റിന്റെ പൈസ തിരിച്ചു കിട്ടില്ല, നമുക്കറിയാലോ. ഇപ്പൊ ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ ഈ 400 രൂപ എങ്ങനെ തിരിച്ചിട്ടാൽ? അപ്പൊ നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് നമ്മുടെ സ്കൂളിലാണ്, നമ്മൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ഓഫീസിലാണ് 400 രൂപ വെച്ച് ഫീസ് കൊടുക്കുന്നത്. അപ്പൊ ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാ? ആദ്യം ഉണ്ടായിരുന്ന ഗ്രേഡ് എ, ഇപ്പോൾ ഉള്ള ഗ്രേഡ് എ പ്ലസ് എന്ന് തന്നെ കാണിക്കും നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ. ആ പ്രിന്റ് ഔട്ടുമായിട്ട് നിങ്ങൾ അതേ ഓഫീസിൽ പോയാൽ മതി. ഈ പൈസ പരീക്ഷാ ഭവനിലേക്ക് നേരത്തെ അടച്ചിട്ടുണ്ടാവില്ല. ഈ റിസൾട്ട് വന്ന് തിരിച്ചു കൊടുക്കാനുള്ളവരുടെ പൈസ കൊടുത്തതിന് ശേഷം മാത്രമേ പണം പരീക്ഷാ ഭവനിലേക്ക് അടയ്ക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പൈസ അടച്ച അതേ ഓഫീസിൽ തന്നെ റിസൾട്ടിന്റെ ഷീറ്റ് കൊണ്ടുപോയി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടും. എങ്ങനെയാണെങ്കിൽ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഡി+ ആയി പൈസ കിട്ടും, കാരണം ഗ്രേഡ് മാറി. C+ B ആയി, ഗ്രേഡ് മാറി, പൈസ തിരിച്ചു കിട്ടും. ആ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ഓരോ വിഷയത്തിൻ്റെയും ആൻസർ ഷീറ്റ് കാണാമോ? ഈ ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിൻ്റെ മുഴുവൻ എഴുതിയ പേജുകളുടെയും ഫ്രണ്ട് പേജ് അടക്കമാണ്. ആദ്യത്തെ പേജ് അടക്കം, ടാബുലേഷൻ നടത്തിയിരിക്കുന്ന പേജ് അടക്കം 1, 2, 3, നിങ്ങൾ 15 പേജ് എഴുതിയിട്ടുണ്ട്, ആ 15 പേജിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് കിട്ടും. അത് ഹെഡ് മാസ്റ്റർ മുഖാന്തരമാണ് കിട്ടുക. നിങ്ങൾക്ക് നേരിട്ടല്ല അയച്ചു കിട്ടുക. നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ അഡ്രസ്സിലാണ് ഈ ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പി രജിസ്റ്റേർഡ് ആയിട്ട് കിട്ടുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾക്കത് ലഭിക്കുക. ഇനി ഗ്രേസ് മാർക്ക് കിട്ടിയവർക്ക് കൊടുക്കാവുന്ന വെറും ചോദ്യമാണ്. ഗ്രേസ് മാർക്ക് കിട്ടിയവർക്കും എന്ത് കൊടുക്കാം? റീവാലുവേഷന് കൊടുക്കാം. ആർക്കും കൊടുക്കാം റീവാലുവേഷൻ, അങ്ങനെ നിബന്ധനയൊന്നുമില്ല. A+ കിട്ടിയവർക്കും റീവാലുവേഷൻ കൊടുക്കാം. എപ്പോൾ കൊടുക്കണം? ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നമുക്കറിയാം, മെയ് 21-ന് 5 മണിക്കുള്ളിലാണ് ഇത് കൊടുക്കേണ്ട സമയം. റീവാലുവേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് +1-ന് അപേക്ഷ കൊടുക്കാമോ? റീവാലുവേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് +1-ന് അപേക്ഷ നിർബന്ധമായിട്ടും കൊടുക്കണം. +1-ന്റെ അപേക്ഷ കൊടുക്കാൻ തുടങ്ങുന്ന സമയം മെയ് 25 മുതലാണ്. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തവർ റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നത് കാത്തിരിക്കരുത്. അപേക്ഷ കൃത്യമായിട്ട് നിങ്ങൾ സമയത്ത് നിലവിലുള്ള ഗ്രേഡ് വെച്ചുള്ള അപേക്ഷ കൊടുക്കണം. കാരണം റീവാലുവേഷൻ റിസൾട്ട് വന്ന് അപേക്ഷ കൊടുക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അപേക്ഷ അന്നേരം ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നതല്ല. അപ്പം നമ്മൾ മെയ് 25-നുള്ളിൽ, 25-നുള്ളിലല്ല, 25-നാണ് അപേക്ഷ കൊടുക്കാൻ തുടങ്ങുന്നത്. അത് ഇപ്പോഴുള്ള ഗ്രേഡ് വെച്ചിട്ട് കൊടുക്കണം. ഗ്രേസ് ഇല്ലാതെ 8A+, 2B+, +1 അഡ്മിഷന് ഗ്രേസ് മാർക്ക് ഉള്ളവരെക്കാൾ മുൻഗണന കിട്ടുമോ? അപ്പോൾ ഈ കുട്ടിക്ക്, ഈ ചോദ്യം ചോദിച്ച കുട്ടിക്ക് 8A+, 2B+ ഉള്ളത്. കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ഇല്ല.
അപ്പോൾ +1 അഡ്മിഷന് ചെല്ലുമ്പോൾ അവിടെ ഗ്രേസ് മാർക്ക് ഉള്ളവരെക്കാൾ മുൻഗണന കിട്ടുമോ എന്നാണ് ചോദ്യം. മുൻഗണന കിട്ടില്ല. രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഗ്രേസ് മാർക്ക് കിട്ടിയവർക്കും ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർക്കും +1 അഡ്മിഷന് തുല്യ പ്രാധാന്യമാണ്. എന്നാൽ ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടായിട്ട് ഇപ്പോൾ ഒരു കുട്ടി ഫുൾ A+ കിട്ടി. കുട്ടിക്ക് ഗ്രേസ് മാർക്കിന് അവൻ ലിറ്റിൽ കൈറ്റ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. 15 മാർക്ക് ലിറ്റിൽ കൈറ്റ്സിൽ പിന്നെ ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടായിരുന്നു. പക്ഷെ കുട്ടിക്ക് അത് വേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ എഴുതി അവൻ എന്തില് പിന്നെ ഫുൾ A+ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെന്ത് ഫുൾ A+ കിട്ടിയാൽ പിന്നെ ആ കുട്ടിക്ക് എന്ത് കൊടുത്തിട്ടില്ല? ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടില്ല. ഗ്രേസ് മാർക്കിന് പിന്നെ അർഹതയുണ്ട്, കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് +1ന്റെ പ്രവേശനത്തിന് മുൻഗണന കിട്ടും. ബാക്കിയുള്ളവർക്കും ഇവർക്കും എല്ലാം തുല്യ പരിഗണനയാണ് ഉള്ളത്. ഒരു വിഷയത്തിന് 3ഓ 4ഓ കിട്ടാൻ സാധ്യത ഒരു രക്ഷിതാവിൻ്റെ ചോദ്യമാണ്. അത് റീവാലുവേഷന് കൊടുത്താൽ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ്. ചെറിയ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്ന 5ആണ്. 4.5 കിട്ടിയാലും റൗണ്ട് ചെയ്തിട്ട് 5ആക്കും. ചിലർ നോക്കുന്ന സമയത്ത് തന്നെ 4 കിട്ടിയാലും മിക്കവാറും ഒരു അര ഇട്ടിട്ട് റൗണ്ട് ചെയ്ത് 5ആക്കി പാസ്സാക്കി വിടുകയാണ് സാധാരണ ചെയ്യുക. എന്നാൽ ഈ കുട്ടിക്ക് 3ഓ ഒക്കെ ആണെങ്കിൽ റീവാലുവേഷൻ നടത്തുമ്പോൾ എവിടെയെങ്കിലും 1 മാർക്കോ 1.5 മാർക്ക് കൂടി കിട്ടിയാൽ മാത്രമേ 5ആവുള്ളൂ. വെറുതെ കൂട്ടിയിടുകയല്ല. പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ 5ലേക്ക് എത്തുകയുള്ളൂ. ഇനി അടുത്ത ചോദ്യം, A+ പ്രതീക്ഷിച്ചു B+ കിട്ടിയത്, റീവാലുവേഷൻ കൊടുക്കട്ടെ എന്ന്. നമ്മൾ കൊടുക്കാനൊന്നും പറയില്ല. അത് ഓരോ കുട്ടികളുടെയും എഴുതിയത് എങ്ങനെയാണെന്ന് അവർക്ക് തോന്നുന്നതനുസരിച്ച് ചെയ്യാൻ മാത്രമേ പറയാൻ കഴിയുള്ളൂ. B+ കിട്ടിയതെങ്കിൽ കുറച്ചുകൂടി അടുത്ത ആൾ നോക്കുമ്പോൾ കൂടുതൽ ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഗ്രേഡിലേക്കോ അല്ല അതിൻ്റെ അടുത്ത ഗ്രേഡിലേക്കോ കയറ്റം കിട്ടിയേക്കാം. പിന്നെ റീവാലുവേഷൻ ഫോണിൽ ചെയ്യാമോന്നോ? ചെയ്യാം. ഈ ഫോണിലും റീവാലുവേഷൻ ചെയ്യാം. പക്ഷേ പ്രിന്റ് എടുക്കാൻ ഒരു സംവിധാനം വേണം. ഈ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൺഫേം ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണം നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിന്റർ ഉള്ള ഒരു സ്ഥലത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റിന് റീവാലുവേഷൻ ഫോട്ടോ രണ്ടും കൂടി കൊടുക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോ കോപ്പിക്കും കൊടുക്കാം, റീവാലുവേഷനും കൊടുക്കാം ഒരു വിഷയത്തിന് തന്നെ, ഒരു തടസ്സവും ഇല്ല. ഇനി അപ്ലൈ ചെയ്ത ദിവസം തന്നെ സ്കൂളിൽ ക്യാഷ് അടയ്ക്കണമെന്നാണ്. വേണ്ട. നിങ്ങൾ 17-ാം തീയതി ചെയ്തു എന്ന് വിചാരിക്കുക. 17-ാം തീയതി റീവാലുവേഷന് നിങ്ങൾ അപേക്ഷിച്ചു, സബ്മിറ്റ് ചെയ്തു, പ്രിന്റ് ഔട്ട് കൺഫേം ചെയ്തു, പ്രിന്റ് ഔട്ട് എടുത്തു. പക്ഷെ സ്കൂളിൽ നിങ്ങൾ 21-ാം തീയതിക്ക് മുമ്പായിട്ട് 21-ാം തീയതി 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഇഷ്ടമുള്ള സമയത്ത് 21-ാം തീയതി 5 മണിക്ക് ശേഷമാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അവിടെ ഫീസ് സ്വീകരിക്കുകയില്ല. അപ്പം ഈ ചേരുന്നത് അന്നേരം തന്നെ അടയ്ക്കണമെന്നില്ല. 21-ാം തീയതി 5 മണിക്ക് മുമ്പിൽ നിങ്ങൾ ഫീസ് സ്കൂളിൽ അടച്ചാൽ മതി. കാരണം അത് കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ഇത് കൺഫേം ചെയ്യണം. ഫീസ് കിട്ടിയവരുടെ മാത്രമേ കൺഫേം ചെയ്യുള്ളൂ. കൺഫേം ചെയ്താൽ മാത്രമേ അവരുടെ റീവാലുവേഷൻ നടക്കുള്ളൂ. ഫോട്ടോസ്റ്റാറ്റ് ആയാലും അങ്ങനെ തന്നെ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷിച്ചിട്ട് കൺഫേം പിന്നെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് അതും കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ റീവാലുവേഷനിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. ഓക്കെ. ഇനി ഇംഗ്ലീഷിന് 65-ന് മുകളിൽ ഉണ്ടെങ്കിൽ റീവാലുവേഷൻ A+ ആക്കുമോ? ഇല്ല. 65-ന് മുകളിൽ കിട്ടിയത് കൊണ്ട് A+ ആവില്ല. നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് 70 മാർക്കെങ്കിലും കിട്ടാം. 69.5 കിട്ടിയാലും റൗണ്ട് ചെയ്ത് ചിലപ്പോൾ തരും. പക്ഷേ നമ്മൾ റീവാലുവേഷനിൽ നമ്മൾക്കുള്ള ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അര മാർക്ക് റൗണ്ട് ചെയ്യണ്ട എന്നാണ്. 2 പേര് നോക്കുമല്ലോ. 2 പേര് നോക്കുമ്പോഴും ഒരാൾ 69 ഒരാൾ 69.5 ആണെങ്കിൽ അവിടെ റൗണ്ടിങ്ങിൽ പോലും 70 കയറില്ല. അപ്പോൾ കൃത്യമായിട്ട് 65-ന് മുകളിൽ കിട്ടിയാൽ പോരാ, 70 തന്നെ കിട്ടണം. എന്നാൽ മാത്രമേ A+ലേക്ക് എത്തുകയുള്ളൂ. റീവാലുവേഷനിൽ മാർക്ക് കുറഞ്ഞാൽ ഏത് മാർക്ക് എടുക്കും? ഇപ്പോൾ ഉള്ള മാർക്ക് എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേഡ് ഉള്ളത് അത് തന്നെയാണ്. അല്ലെ മാർക്ക് എത്രയാണോ ഉള്ളത് നമുക്കറിയില്ല, അവർക്കറിയാം, അതാണ് എടുക്കുക. SSLC മാർക്ക് എങ്ങനെ അറിയാം? വീണ്ടും ചോദ്യം അതാണ്. മാർക്ക് അറിയാൻ 3 മാസം ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ അറിയാം. പക്ഷേ ഈ മാർക്കുകൾ ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മാർക്ക് ലിസ്റ്റിന് നിങ്ങൾ 500 രൂപ DD കൊടുത്ത് അപേക്ഷിക്കണം. അത് 3 മാസം കഴിഞ്ഞേ നടക്കുകയുള്ളൂ. റീവാലുവേഷന് മുമ്പ് TE, CE
എങ്ങനെ അറിയും? അതായത് റീവാല്യുവേഷന് മുമ്പ് പിന്നെ അതായത് എഴുത്തു പരീക്ഷയുടെയും സിയും എങ്ങനെ അറിയാം? സി സംശയമില്ല, എല്ലാ വിഷയത്തിനും 10ഉം 20ഉമാണ്. വലിയ വിഷയത്തിന് 20ഉം ബാക്കി വിഷയങ്ങൾക്ക് 10ഉമാണ്. അത് പിന്നെ സിയിലെ എല്ലാവർക്കും അങ്ങനെ, കേരളത്തിലുള്ള 4,26,000 പേർക്കും അങ്ങനെ തന്നെയാണ്. അതിലൊരാൾക്ക് പോലും ഒരു മാർക്ക് പോലും കുറച്ചിട്ടില്ല. പക്ഷെ എഴുത്തു പരീക്ഷയുടെ മാർക്ക് റീവാല്യൂഷന് മുമ്പ് അറിയാൻ വേണ്ടി ഒരു മാർഗവും ഇല്ല എന്നാണ് പറയാനുള്ളത്. അടുത്ത ചോദ്യം, 9 വിഷയവും റീവാല്യൂഷൻ കൊടുക്കാനും തീരുമാനിച്ചു. ഗ്രേസ് മാർക്ക് ഉണ്ട്. എങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്തോ എങ്ങനെ അറിയും? 9 വിഷയമുണ്ട്, റീവാല്യൂഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. എങ്ങനെ ഗ്രേസ് കൊടുത്തോ എങ്ങനെ അറിയും? ഗ്രേസ് കൊടുത്തോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പം അറിയണമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കൂടി എടുത്താൽ മാത്രമേ ഗ്രേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. ഇപ്പം നിങ്ങൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്തപ്പോൾ 66 മാർക്കാണ് ഉള്ളത്. പക്ഷെ റിസൾട്ടിൽ നിങ്ങൾ A+ആ കാണുന്നത് ഇംഗ്ലീഷിൽ. എങ്കിൽ 66ന്റെ കൂട്ടത്തിൽ 4 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ. പിന്നെ ഈ ചോദിച്ച റിസൾട്ട് എപ്പോൾ വരും എന്നുള്ള ഒരു ഡേറ്റ് ഇപ്പൊ പറയാൻ കഴിയില്ല. കാരണം അതിന് അപേക്ഷ കൊടുക്കുന്നത് 21-ാം തീയതി വരെയാണ്. അപേക്ഷ കൺഫേം ചെയ്യുന്നത് 22-ാം തീയതിയാണ്. അതിനുശേഷം പരീക്ഷ ഭവനിലെ ഈ ബന്ധപ്പെട്ട സെന്ററിൽ നിന്ന് ഈ പേപ്പറുകൾ തിരഞ്ഞെടുക്കണം. അതിനുശേഷം പേപ്പറുകൾ മായ്ക്കണം. മാർക്കുകൾ, പെൻസിലിലിട്ട മാർക്കുകൾ മായ്ക്കണം. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് അതിന് മുന്നേ എടുത്തിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വേണം, അതിനനുസരിച്ച് ഒരു ഡേറ്റ് പ്രഖ്യാപിക്കും റീവാല്യുവേഷൻ നടത്താൻ വേണ്ടി. അത് ആ സെൻറ്ററിൽ തന്നെ ഇപ്പോൾ ഉള്ള നേരത്തെ പരീക്ഷ നടത്തിയ വാല്യുവേഷൻ നടത്തിയ അതേ സെൻറ്ററിൽ വെച്ചിട്ട് തന്നെയാണ് റീവാല്യുവേഷൻ നടക്കുക. മിക്കവാറും 3 ദിവസം കൊണ്ടാണ് റീവാല്യുവേഷൻ പൂർണ്ണമാകുക. ആ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഒരു 3-4-5 ദിവസത്തിനകം റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് കൃത്യമായൊരു തീയതി മുൻകൂട്ടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്ത് തന്നെയായാലും ശരി, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് റീവാല്യുവേഷൻ്റെ റിസൾട്ട് വരും. ആ വരും എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നാൽ നാളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടത്താം. കാരണം ഇത് പരസ്പരം ലിങ്ക്ഡ് ആണ്. ഏകജാലക സംവിധാനവും നിങ്ങളുടെ പരീക്ഷാ ഭവനിലെ മാർക്കിൻ്റെ ലിസ്റ്റും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള മാർക്കും ഗ്രേഡും വെച്ചിട്ട് നമ്മൾ +1 അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കണം. +1 അപേക്ഷ സ്വീകരിക്കാൻ ഓൺലൈനായിട്ടാണ്, ഏകജാലക സംവിധാനമാണ്. സ്വീകരിക്കാൻ തുടങ്ങുന്ന സമയം മെയ് 25 മുതലാണ്. അത് കൃത്യമായിട്ട് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തതിൻ്റെ കാര്യങ്ങൾ റിവാല്യുവേഷനും ഫോട്ടോസ്റ്റാറ്റൊക്കെ അത് കൃത്യമായിട്ട് വന്നുകൊള്ളും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഞാൻ കണ്ടത്. ഇന്ന് വരെ കണ്ട ചോദ്യങ്ങൾ, സംശയങ്ങൾ ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ഇട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഈ SLC പരീക്ഷയും +1 അഡ്മിഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാനിട്ടു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്കത് കൃത്യമായിട്ട് ഈ വിവരങ്ങൾ കിട്ടും. ഓക്കെ. എല്ലാവർക്കും കാര്യങ്ങൾ നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.